വിചാരിച്ചു. കൂടെ എന്റെ കൂട്ടുകാരി പൊന്നു വരും. ആ മരച്ചീട്ടിൽ നിൽക്കുന്നതാണോ നിന്റെ കൂട്ടുകാരി? ആ അത് തന്നെ. നീ വാ, നമുക്ക് അവളുടെ അടുത്തേക്ക് പോകാം. നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഞാനിതല്ല എപ്പോഴേ വിട്ടു. നിനക്കുള്ള പണി വരുന്നുണ്ട് മോനെ. ചിന്നു, നീ എന്തെങ്കിലും പറഞ്ഞോ? പൊന്നു അവിടെ നമ്മളെ കാത്തു വെക്കുന്നുണ്ട്. വാ, പോകാന്ന് പറഞ്ഞാ. നീ വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നിങ്ങളെന്താ വരാൻ താമസിച്ചേ? ഞാൻ കുറെ നേരമായി ഇവിടെ കാത്തു വെക്കുന്നു. വീട്ടിൽ നിന്ന് കാണാതെ ഇറങ്ങണ്ടേ? ഇങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞാൽ ആരും വിടില്ലല്ലോ. അത് ശരിയാ, ആ കാര്യം ഞാൻ ഓർത്തില്ല. ഇങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞാൽ വിടില്ലെന്നോ? ഈ സ്ഥലത്തിന് എന്താ പ്രശ്നം? പൊന്നൂസെ തുടങ്ങിക്കോ. ഞാൻ ഈ കാട്ടിൽ വന്നിട്ട് ഇത്ര നേരമായി. ഒരു മൃഗത്തിനെ പോലും ഞാൻ കണ്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാവോ? എന്തുകൊണ്ടാ? ഈ കാട്ടിൽ ഭയങ്കരമായ ഏതൊരു പ്രേതമുണ്ട് പോലും. ഇതാ നമ്മൾ നിൽക്കുന്ന മരമില്ലേ, ഈ മരത്തിന് എന്താ പ്രത്യേകത? മരത്തിന്റെ പ്രത്യേകതയൊന്നുമില്ല, പക്ഷെ ഈ മരത്തിനപ്പുറത്തേക്ക് പോകുന്നത് ഡേഞ്ചറാണ്. എന്ത് ഡേഞ്ചർ? ഈ മരം കടന്നു പോയവരാരും പിന്നെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ? പിന്നെ അല്ലാതെ. വലിയ ആളുകൾ പോലും ഈ മരം കടന്നു പോകാൻ ശ്രമിക്കാറില്ല. അതുകൊണ്ട് നമ്മളും പോകണ്ട. ഇതൊക്കെ ആളുകൾ നുണ പറയുന്നതായിരിക്കും. ഏയ്, ഇത് സത്യാണെന്നാ എന്റെ അമ്മൂമ്മയെല്ലാം പറഞ്ഞേ. മരം കടക്കുന്നവർ എന്തോ ഭീകരമായ ശബ്ദം കേൾക്കത്രേ. ആ ശബ്ദം കേൾക്കുന്നയാൾക്ക് പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് ഒരിക്കലും വരാൻ കഴിയില്ലത്രേ. ഇതൊക്കെ സത്യാണോ? പിന്നെ എന്റെ മുത്തശ്ശി പറഞ്ഞതല്ലേ. ഏയ്, ഇങ്ങനെയൊക്കെ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു പരത്തുന്നതാ. ഏയ് അല്ല, ഉണ്ണിക്ക് അങ്ങനെ ഒന്നിനും പേടിയില്ലാത്തതാ അല്ലേ ഉണ്ണി? പിന്നല്ലാതെ. ഉണ്ണിക്ക് പേടിയില്ലാത്തതുകൊണ്ട് ഉണ്ണി മരം കടന്നു പോയില്ലേ? അയ്യോ, കണ്ടോ, ഉണ്ണിക്ക് പേടിയുണ്ട്. മരം കടന്നു പോയേക്കാം, ഇല്ലെങ്കിൽ ഇവരെ വിചാരിക്കും എനിക്ക് പേടിയാണെന്ന്. ഞാൻ ഈ മരം കടന്നു പോവാ. കണ്ടോ, ഞാനും എത്തി. ഉണ്ണിയും എത്തിയല്ലോ. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ സൗണ്ട് ഉണ്ടാക്കും, നീ കട്ടൊക്കെ കൂടെ വെക്കണേ. അധികം പേടിപ്പിക്കണ്ട കേട്ടോ. അയ്യോ, എന്തോ ഒരു സൗണ്ട് കേട്ടല്ലോ. അയ്യോ, പൊന്നു പറഞ്ഞ സത്യാണെന്ന് തോന്നുന്നു. അയ്യോ, അപ്പൊ എനിക്ക് തിരിച്ചൊരിക്കലും പോകാൻ കഴിയില്ലേ? അയ്യോ, രക്ഷിക്കണേ. ഉണ്ണി നല്ലോണം പേടിച്ചിട്ടുണ്ട്. നിന്റെ സൗണ്ട് കലക്കി. അല്ല, നീ എന്തിനാ പേടിക്കുന്നേ? നിന്റെ മുഖം മാറിയല്ലോ. ഉണ്ണി കാടിന്റെ ഉള്ളിലേക്ക് ഓടിയേ. എന്ത്, കാടിന്റെ ഉള്ളിലേക്കോ? അയ്യോ, ഉണ്ണി ഓടല്ലേ, ഇങ്ങ് വാ. ദൈവമേ, അവനങ്ങ് ദൂരെ എത്തി. ചിന്നു, നമ്മൾ അവനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരുക? എനിക്ക് കാടിന്റെ ഉള്ളിലെ വഴിയെന്നറിയില്ല. എന്തായാലും അവനില്ലാതെ എനിക്ക് വീട്ടിൽ പോകാൻ കഴിയില്ല. അവനെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഒന്ന് പേടിപ്പിക്കാനേ വിചാരിച്ചുള്ളൂ. അവനിങ്ങനെ കാടിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോന്ന് വിചാരിച്ചില്ല. നീ കരയല്ലേ ചിന്നു, നമുക്ക് അവനെ കണ്ടുപിടിക്കാം. നീ വാ, നമുക്ക് അവനെ അന്വേഷിക്കാം. ഇനി ഞാൻ എന്റെ മനുഷ്യരൂപത്തിലേക്ക് മാറാം. ആ കീരി എന്റെ പുറകെ ഇല്ലാന്ന് തോന്നുന്നു. കുറച്ചു സമയം വിശ്രമിച്ചേക്കാം. ഇവിടെ ഈ മരച്ചുവട്ടിലിരിക്കാം. ആ കീരി എനിക്ക് എങ്ങനെയെങ്കിലും തോപ്പിച്ചാൽ മതിയാകൂ. ഉണ്ണി, ഉണ്ണി ഓടല്ലേ, ഇങ്ങ് തിരിച്ചു വാ. ഉണ്ണി, ഇത് കൊടുങ്കാടാണ്. ഞങ്ങൾ നിന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. നീ ഇങ്ങ് തിരിച്ചു വാ. അതൊരു കുട്ടിയുടെ ശബ്ദമാണല്ലോ. ആ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് ചെന്നിട്ട് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാം. ചിന്നു, നീ കരയല്ലേ? അവനിവിടെ അടുത്ത് തന്നെ ഉണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ കുറെ നേരമായല്ലോ ഉണ്ണി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് അവൻ കാണുന്ന പോലെയല്ലോ. നീ കരയല്ലേ, നമുക്ക് കുറച്ചുകൂടി ഉള്ളിൽ ചെന്ന് അന്വേഷിക്കാം. വാ, നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഏയ് കുട്ടികളെ, അതാരാ വിളിച്ചേ? നിങ്ങൾ എന്താ ഈ കാട്ടിൽ ചെയ്യുന്നേ? ഞങ്ങൾ ഞങ്ങളുടെ ഒരു കൂട്ടുകാരനെ അന്വേഷിക്കുകയാ. ചേച്ചി എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാൻ കുറച്ച് അപ്പുറത്തുണ്ടായിരുന്നു. നിങ്ങളുടെ കരച്ചിൽ കേട്ടിട്ട് വന്നതാ. ആ കാണാതായ കുട്ടിയെ കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. പൊന്നു, അവരെ നമ്മൾ വിശ്വസിക്കണോ? ഇവരാരാണെന്ന് പോലും നമുക്കറിയില്ലല്ലോ. മാത്രമല്ല, ആരെങ്കിലും കാട്ടിലൊക്കെ വരുമ്പോ ഉടുപ്പിട്ടിട്ട് വരുവോ? അതും പാർട്ടി വെയർ. നീ പറയുന്നതിൽ കാര്യമുണ്ട്, പക്ഷെ ഉണ്ണിയെ കാണുന്നില്ലല്ലോ. നമുക്കൊരു മുതിർന്ന ആളുടെ സഹായം എന്തായാലും വേണ്ടി വരും. ഇപ്പോൾ ഈ ചേച്ചിയുടെ സഹായം നമുക്ക് ചോദിക്കാം. അത് നമുക്ക് കുഴപ്പമായാൽ അത് നമുക്ക് പിന്നെ നോക്കാം. ശരി, നമുക്ക് കുറച്ചുകൂടി ഉള്ളിലോട്ട് പോകാം. ആ കാണാതായ കുട്ടി അവിടെയുണ്ട്. അവിടെ ഉണ്ടെന്ന് ചേച്ചിക്ക് എങ്ങനെ അറിയാം? അയ്യോ, ഞാൻ പാമ്പായത് കാരണം ഈ ഭൂമിയിലുണ്ടാകുന്ന ചലനങ്ങളെ വെച്ചിട്ട് ആ കുട്ടി ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനാവുന്നുള്ള കാര്യം ഇവരറിയാൻ പാടില്ല. അയ്യോ മോളെ, ഞാൻ പറഞ്ഞത് മാറിപ്പോയതാ. ആ കുട്ടി ചിലപ്പോൾ അവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തോ ഒരു പന്തികളുണ്ടല്ലോ. നമ്മളിപ്പോ എന്ത് ചെയ്യും? തൽക്കാലം ഉണ്ണിയെ കിട്ടുന്നത് വരെ ഇവരുടെ കൂടെ തന്നെ നടക്കാം. പാവം കുട്ടികൾ, അവർക്ക് എന്നെ പറ്റി എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു. വാ മക്കളെ, നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് നോക്കാം. ചേച്ചി മുന്നിൽ നടന്നോ, ഞങ്ങൾ പുറകെ വരാം. ഈ കുട്ടികൾ എന്റെ കൂടെ ഉള്ളപ്പോൾ ആ കീരി എങ്ങനെ എന്റെ മുന്നിൽ വന്നാലോ? അത് ഇവർക്കൊരു പ്രശ്നമാവല്ലേ? എന്തായാലും കുഴപ്പമില്ല, മറ്റേ കുട്ടിയെ കണ്ടുപിടിക്കാനുള്ളതല്ലേ. അയ്യോ, ഓടിയോട് ഞാൻ ഇതെവിടെ എത്തിയേ? നീ ഒരടി പോയി നടക്കാൻ കഴിയുന്നില്ലല്ലോ. ചിന്നുനെ പൊന്നിനെ ഒന്നും കാണുന്നില്ലല്ലോ. എനിക്ക് വീട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ കഴിയില്ലേ? ഇവൻ തന്നെ ആവണം അവരന്വേഷിക്കുന്ന കുട്ടി. മക്കളെ, ഇതാ അവിടെ ഇരിക്കുന്ന കുട്ടിയാണോ നിങ്ങളുടെ ഫ്രണ്ട്? ഉണ്ണി, ചിന്നു, എന്നോട് ക്ഷമിക്കുണ്ണി. നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പൊന്നിനോട് പറഞ്ഞ ഒരു കള്ളക്കഥ പറയിച്ചാ. നിന്നെ ഒന്ന് പേടിപ്പിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നീ ഇങ്ങനെ പേടിച്ച് ഓടുന്നു എനിക്കറിയില്ലായിരുന്നു. കുറച്ചു നേരത്തേക്ക് ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. നിന്നെ തിരിച്ചു കിട്ടില്ലെന്ന് വിചാരിച്ച് ഞാനും വല്ലാണ്ട് പേടിച്ചു പോയി. ഇനി നിന്നെ ഒന്നും കാണാൻ കഴിയില്ലെന്ന് വിചാരിച്ചേ. നീ എന്നോട് ക്ഷമിക്ക് ചിന്നു. ഞാൻ തമാശക്ക് വേണ്ടി ചെയ്തതാ. അത് നിനക്ക് ഇങ്ങനെ വിഷമാവെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടല്ല നീ എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി നിന്നതെല്ലാം. ഇനിയും നിങ്ങൾ എന്തിനാ കരയുന്നേ? ഉണ്ണിയെ തിരിച്ചു കിട്ടിയല്ലോ. വാ, നമുക്കെല്ലാവർക്കും വീട്ടിൽ പോകാം. അയ്യോ, ഇതെന്താ? അയ്യോ ദൈവമേ, ഇതെന്താ സാധനം? ഇവനിവിടെ വന്നോ? കുട്ടികളെ, നിങ്ങൾ പേടിക്കണ്ട. എനിക്കൊരു അത്യാവശ്യ കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ആ സാധനത്തിനെ കണ്ടിട്ട് പേടിക്കണ്ടെന്നാ? മോളുടെ നക്ഷത്രം ആയില്ലേ?
അതെ, ആ ചേച്ചിക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. മോളെ എനിക്കൊരു സഹായം ചെയ്തു തരണം. എന്ത് സഹായം? നിങ്ങൾ 3 ആളും കൂടി ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോകണം. ഞാനിപ്പോൾ നിനക്കൊരു മന്ത്രം പറഞ്ഞുതരും. അത് നീ അവിടെ ചെല്ലുമ്പോൾ ജപിക്കണം. ആ അമ്പലത്തിന്റെ ഉള്ളിൽ ജപിക്കുന്ന സമയത്ത് നീ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിന് പക്ഷെ ഞങ്ങൾ എന്താ അമ്പലത്തിൽ പോകേണ്ട ആവശ്യം? ഇവിടെ ഇപ്പോൾ ആ കീരിയും ഞാനും തമ്മിൽ പൊരിഞ്ഞു പോരാട്ടം നടക്കും. അതിൽ ഞാൻ ജയിക്കണമെങ്കിൽ മോളുടെ സഹായം എനിക്ക് കൂടിയേ തരൂ. ആ സാധനം കീരിയാ? അതെ, ഞാൻ പാമ്പും. ഇവിടെ എന്താ നടക്കുന്നേ? വലിയൊരു കീരിയും മനുഷ്യനെ പോലത്തെ ഒരു പാമ്പോ? കുട്ടികളെ, നിങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പോകണം. മോളെ പൊന്നു, ഞാൻ പറഞ്ഞതുപോലെ മോൾ ചെയ്യുകയും വേണം. പക്ഷെ എനിക്ക് മന്ത്രം അറിയില്ലല്ലോ. ഞാൻ പ്രാർത്ഥിച്ചോളാം. നിങ്ങൾ വേഗം തന്നെ ഇവിടുന്ന് പോയിക്കോ. വാ, നമുക്ക് പോകാം. മര്യാദയ്ക്ക് നാഗമാണിക്യം എനിക്ക് തന്നോ? ഇല്ലെങ്കിൽ അയ്യോ, നിങ്ങളത് കണ്ടോ? ആ ചേച്ചി പാമ്പായി. അപ്പൊ അവര് പറഞ്ഞത് സത്യായിരുന്നല്ലേ? അവര് പാമ്പാണെന്ന്. എന്തല്ലേ സംഭവിക്കുന്നേ? അവര് വെറും പാമ്പല്ല, നാഗറാണിയാണ്. എന്താ നീ പറഞ്ഞേ? നാഗറാണിയോ? അത് നിനക്കെങ്ങനെ അറിയാം? അവർ നേരത്തെ എനിക്കൊരു മന്ത്രം പറഞ്ഞു തന്നില്ലേ? ആ മന്ത്രം നാഗമാണിക്യത്തിനെ പറ്റിയിട്ടുള്ളതാ. നാഗറാണിക്ക് ആ കീരിയുമായി പോരാടാൻ അതിന് മുഴുവൻ ശക്തിയും ആവശ്യമാണ്. എന്നാ വാ, നമുക്ക് വേഗം അമ്പലത്തിലേക്ക് പോയിട്ട് നാഗചേച്ചി സഹായിക്കാം. നാഗചേച്ചിയല്ല, നാഗറാണി. എന്തായാലും വാ, നമുക്ക് പോകാം. വാ, നമുക്ക് വേഗം പോകാം. അല്ലെങ്കിൽ ആ കീരി നമ്മളെ ആക്രമിച്ചാലോ? വാ, നമുക്ക് വേഗം തന്നെ പോകാം. ഇതാണെന്ന് തോന്നുന്നു നാഗചേച്ചി പറഞ്ഞ ആ അമ്പലം. ഇതല്ലാതെ ഇവിടെ വേറെ അമ്പലമല്ലേ? പിന്നെ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു നാഗചേച്ചിയല്ല, നാഗറാണി. പൊന്നു, നീ എന്നാൽ അകത്ത് കയറി പ്രാർത്ഥിച്ചോ. ഞങ്ങളിവിടെ പുറത്ത് കാത്തു വെക്കാം. അപ്പൊ നിങ്ങൾ വരുന്നില്ലേ? നാഗചേച്ചി നിന്നോട് ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിക്കാനല്ലേ പറഞ്ഞേ? ഞങ്ങളിവിടെ നിന്നെ കാത്തു വെക്കാം. നാഗറാണി അല്ലാതെ നാഗചേച്ചിയല്ല. ഞാനെന്ത് ചെയ്യാൻ? എപ്പോഴും മാറിപ്പോന്നു. നിങ്ങൾ എന്നാൽ ഇവിടെ അടിയും കൂടി നിന്നോ. ഞാൻ അകത്ത് പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾ ഇവിടുന്ന് വേറെ എങ്ങോട്ടേക്കും പോവല്ലേ? ഇല്ല പൊന്നു, ഞങ്ങൾ എവിടെയും പോയില്ല. ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം. നാഗറാണി ജയിച്ചിട്ട് വന്നാൽ എന്നോട് പറയണേ. അപ്പോൾ ഞങ്ങൾ നിന്നെ വിളിക്കാൻ വരാം. എന്നാ ശരി, ഞാൻ ഒന്ന് അകത്ത് പോട്ടെ. പൊന്നു, അകത്ത് പോയിട്ട് കുറെ സമയമായല്ലോ. നാഗറാണിനെ കാണുന്നില്ല. എന്തായാലും എന്തോ. നീ ടെൻഷൻ അടിക്കണ്ട. എനിക്ക് ഉറപ്പാണ് നാഗറാണി ജയിച്ചിട്ടുണ്ടാവും. അഥവാ ആക്കി നാഗറാണിയെ തോപ്പിച്ചെങ്കിലോ? അങ്ങനെയൊന്നും നാഗചേച്ചി തോക്കില്ല. എന്റെ ഉണ്ണി, നീ കുറച്ചു മുമ്പ് നാഗറാണിനെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി തൊട്ട് നാഗചേച്ചിനെ വിളിക്കില്ലായിരിക്കുന്നു. എന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് നാക്കിൽ അങ്ങനെ വരുന്നേ. പൊന്നു അകത്ത് തനിച്ചല്ലേ? ഞാൻ കയറി നോക്കണോ? മന്ത്രം ജപിക്കുന്ന സമയത്ത് പൊന്നു മാത്രമേ അകത്തുണ്ടാവാൻ പാടുള്ളൂ എന്നല്ലേ പറഞ്ഞേ? എനിക്കെന്തോ പേടിയാകുന്നു. നീ പേടിക്കണ്ടല്ല, ശരിയാകുന്നേ. കുട്ടികളെ, ഞാൻ വന്നു. ഇത് നിങ്ങൾ പൊന്നുവിനെ ഇങ്ങനെ വിളിച്ചോ? ആ, നാഗചേച്ചി വന്നോ? അയ്യോ സോറി, നാഗറാണി. ഞാൻ വേഗം പൊന്നിനെ വിളിച്ചിട്ട് വരാം. നാഗറാണി എന്തായി? ആ കീരിയെ തോപ്പിച്ചോ? അതേ മോളെ, ആ കീരിയെ ഞാൻ തോപ്പിച്ചു. ഇനി ഒരു 50 വർഷത്തേക്ക് ആ കീരിയുടെ ശല്യം എനിക്കുണ്ടാവില്ല. നിങ്ങൾ ചെയ്തു തന്ന ഉപകാരത്തിന് വളരെയേറെ നന്ദിയുണ്ട്. നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ കീരിയെ തോപ്പിക്കാൻ പറ്റില്ലായിരുന്നു. നന്ദിയൊന്നും ആവശ്യമില്ല നാഗറാണി. എന്നെ സഹായിച്ചതിന് പ്രത്യുപകാരമായി ഇനി ഒരിക്കലും ഒരു പാമ്പും നിങ്ങളെ ഉപദ്രവിക്കില്ല. സത്യാണോ? അതെ, ഒരു ഇനത്തിൽപ്പെട്ട പാമ്പും നിങ്ങളെ ഉപദ്രവിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടില്ല. എനിക്ക് തിരിച്ച് ഇനി എന്റെ ലോകത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. മക്കൾക്ക് തിരിച്ചു പോകാൻ വഴിയറിയോ? എനിക്കറിയാം. ഒരു വഴിയിലൂടെ ഒരു പ്രാവശ്യം വന്നാൽ തന്നെ എനിക്ക് ആ വഴി മനസ്സിലാവും. എന്നാ ശരി മക്കളെ, എന്നാ ഞാൻ പോകുന്നു. ശരി നാഗറാണി, സൂക്ഷിക്കണേ. നാഗറാണിയെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ പറയും നാഗറാണിയെ കണ്ട കാര്യം. അയ്യോ മക്കളെ, എന്നെ കണ്ട കാര്യം നിങ്ങൾ ആരോടും പറയാൻ പാടില്ല. പാമ്പുകൾക്ക് ശത്രു ചില ജീവികൾ മാത്രമല്ല, മനുഷ്യന്മാരും കൂടിയാണ്. എന്നെ കണ്ട കാര്യം നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ നാഗമാണിക്യം തേടി അവർ ഇങ്ങോട്ടേക്ക് വരും. അയ്യോ, അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാ ഞാൻ ആരോടും പറയില്ല. ഞാനും ആരോടും പറയില്ല. ഞാനും. എന്നാ ശരി മക്കളെ, നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ എന്നാൽ പോകട്ടെ. ശരി നാഗറാണി, ബൈ. ബൈ നാഗറാണി. ബൈ നാഗറാണി. ബൈ മക്കളെ. Like, share and subscribe if you like my videos.